ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് മലബാർക്കാരുടെ അഹങ്കാരമായി മാറിയിരിക്കുന്ന ചട്ടിപ്പത്തിരിയാണ്. നമുക്ക് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ചട്ടിപ്പത്തിരി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടിപ്പത്തിരിയാണ്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടിയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാറി വരട്ടെ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ആ ഒരു വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പും മധുരമൊക്കെ ആ ഒരു വെള്ളത്തിൽ നിന്നും കിട്ടും കേട്ടോ. നമ്മൾ നേരിട്ട് പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുത്താൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാലാണ് ഞാനിങ്ങനെ തിളപ്പിച്ചിട്ട് സിറപ്പ് പോലെ ആക്കിയിട്ട് പിന്നെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ചൂടൊന്നും ഇല്ല കേട്ടോ. ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ആ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് ലൈറ്റായിട്ട് പഞ്ചസാര ചേർത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ഈ പത്തിരികളില്ലേ അത് കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കുന്ന പോലെയല്ല, പൂരിക്കൊക്കെ ആക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതാ 1.5 കപ്പ് മാവിൽ നിന്നും 13 ബോൾസാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരേ വലുപ്പത്തിലുള്ള 13 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ നോർമലായിട്ട് നമ്മൾ പൂരി പരത്തിയെടുക്കും പോലെ പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ കല്ലിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ പൂരീൻ്റെ വലുപ്പത്തിലുള്ള പൂരിയാണ് കേട്ടോ ആദ്യം പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള 4 പൂരി ഫസ്റ്റ് തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പരത്തിയെടുത്തത്. ഓവറായിട്ട് വലുതുമല്ല എന്നാൽ ഭയങ്കരമായിട്ട് ചെറുതുമല്ല, നമ്മൾ നോർമലായിട്ടുള്ളൊരു പൂരീൻ്റെ വലുപ്പത്തിൽ കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ അതാ 4 പൂരി ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒപ്പരം വെച്ചിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല തിന്നായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പൂരി നമ്മൾ ഈ ഒരു കല്ലിൽ വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ട് അതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ മറ്റൊരു പൂരി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഓയിലും നെയ്യിൻ്റെയും മിക്സ് ഇല്ലേ അതാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ മൈദപ്പൊടി ആക്കി കൊടുക്കുക. വീണ്ടും 3ാമത്തെ പൂരി വെച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു മിക്സ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് 4ാമത്തത് വെച്ചതിന് ശേഷം നമ്മൾ ഓയിലാക്കി കൊടുക്കരുത്. ജസ്റ്റ് പൊടി ഇട്ടിട്ട് നമ്മൾ നല്ല നേർമയായിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഒന്നൊന്ന് ചെയ്യുമ്പോൾ ഇത്രയും തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ 4ഉം കൂടി ഒരുമിച്ച് അങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ചെയ്യാൻ, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കുക. കല്ലിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഫസ്റ്റിലെ 4 പൂരി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒരു വലിയൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ പരത്തിയെടുത്ത ഈ ഒരു പത്തിരി ഇല്ലേ അത് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒരു സൈഡ് ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കുറേ സമയത്ത് കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ തിരിച്ചിട്ട പാടെ നമ്മൾ അടിയിൽ വന്നിരിക്കുന്ന ആ ഒരു ലെയർ നമുക്ക് എടുത്ത് മാറ്റാം. ചൂടോടെ തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റണം കേട്ടോ. വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത ലെയർ എടുത്ത് മാറ്റുക. വീണ്ടും നമ്മൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കുക. 4ാമത്തതും എടുത്ത് മാറ്റുക കേട്ടോ. അങ്ങനെ 4 പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പേപ്പർ പോലെ തിന്നായിട്ടുള്ള പത്തിരിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിന്നായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പത്തിരി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ രീതിയിൽ പരത്തിയിട്ട് ഇങ്ങനെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഓരോന്നും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ 13 പത്തിരിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ടുള്ള 13 പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ അടച്ച് വെക്കണം. നമ്മളിങ്ങനെ തുറന്നിട്ടാൽ ഭയങ്കരമായിട്ട് ഉറപ്പായിട്ട് പോകും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് കസ്കസ് നന്നായിട്ടൊന്ന് കഴുകി ഇതിലെ കല്ലൊക്കെ അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കസ്കസ് കഴുകിയാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് വറുത്തെടുക്കണം, നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ. വെള്ള കസ്കസ് അല്ലെങ്കിൽ വൈറ്റ് കസ്കസ് വാങ്ങിക്കുന്ന ഈ ഒരു കസ്കസ് നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. ഈ ഒരു കസ്കസ് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്ടിപ്പത്തിരിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മുട്ടൻ്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 5 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വയ്ക്കുന്നത്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെയും ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു മുട്ടൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടീസ്പൂണോ അതേപോലെ വിസ്കോ എന്തെങ്കിലും ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കാഷ്യൂനട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ കുറച്ച് കാഷ്യൂനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കി കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ഫില്ലിങ് കൊടുക്കാനുള്ളത്. 1/2 കപ്പ് കാഷ്യൂനട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അണ്ടിപ്പരിപ്പ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി. അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ കറുത്ത എള്ളല്ല, കരിഞ്ജീരകമാണ് ചേർത്തത്. കരിഞ്ജീരകം ചട്ടിപ്പത്തിരിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് കേട്ടോ ചട്ടിപ്പത്തിരി റെഡിയാക്കുക. അപ്പോൾ ഈ കരിഞ്ജീരകമൊക്കെ ചേർത്തിട്ടുള്ള ചട്ടിപ്പത്തിരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി നമ്മൾ വറുത്ത് കോരിയ ഈ ഒരു മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കസ്കസ് കൂടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതേ നെയ്യിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മുട്ടൻ്റെ കൂട്ട് റെഡിയാക്കി വെച്ചില്ലേ, ആ ഒരു മുട്ടൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിനുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചിക്കി എടുക്കണം കേട്ടോ. മുട്ട അങ്ങനെ ഫ്രൈ ആക്കി എടുക്കില്ല, ഈ ഒരു രീതിയിൽ ഇളക്കി എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മുട്ടൻ്റെ കൂട്ടുകൂടിയും റെഡിയാക്കി എടുക്കണം. ഇതാണ് നമ്മൾ ചട്ടിപ്പത്തിരിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് 10 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്തതുകൊണ്ട് മുട്ടൻ്റെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്, നല്ല കട്ടിപ്പാൽ. അപ്പോൾ ദാ ഈ ഒരു 10 മുട്ടയും 1 കപ്പ് പാലും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ടൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്, പിന്നെ ആ ഒരു മുട്ടൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്, പിന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ ഇടയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ സഹായിക്കും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിപ്പത്തിരി ഏതിലാണോ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ പത്തിരിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള പാൻ വേണം നമ്മൾ എടുക്കാൻ. പാനിൻ്റെ അടിവശത്ത് ആദ്യം തന്നെ 2 ടീസ്പൂണോളം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഒരു പത്തിരി വെറുതെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്നും ചെയ്യാതെ തന്നെ നോർമലായിട്ടൊരു പത്തിരി ഇങ്ങനെ നല്ല ലെവലിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ പാനിലേക്ക് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു പത്തിരി എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടൻ്റെ കൂട്ടില്ലേ, അതിലേക്ക് നന്നായിട്ട് മുക്കി എടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. നമ്മൾ ഫസ്റ്റിലെ പത്തിരി മുട്ടയിൽ മുക്കാതെയാണ് കേട്ടോ വെച്ച് കൊടുത്തത്. മുട്ടയിൽ മുക്കി വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അടിവശം കരിഞ്ഞു വരും. അപ്പോൾ അതിനാലാണ് നമ്മൾ മുട്ടയിൽ മുക്കാതെ ഒരു പത്തിരി വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ടാമത്തെ പത്തിരി വെച്ച് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ മുട്ടയിൽ മുക്കിയെടുക്കണം. ആ ഒരു മുട്ടൻ്റെ മിക്സോട് കൂടിയിട്ട് വേണം കേട്ടോ പത്തിരി വെച്ച് കൊടുക്കാൻ. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടൻ്റെ ഫില്ലിംഗ് ഇല്ലേന്നോ, അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂനട്ടും കിസ്മിസും കസ്കസൊക്കെ ഇല്ലേ, അതിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് കസ്കസ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ, കസ്കസ് മാത്രം വേറെ എടുത്തിട്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ലെയറും ചെയ്തെടുക്കണം. അപ്പോൾ അതാ അടുത്തൊരു പത്തിരിയും ഞാൻ എടുത്തിട്ട് ഇതേപോലെ തന്നെ മുട്ടക്കൂട്ടിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഇതേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ പത്തിരി വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല നേരിയ പത്തിരി ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ മുട്ടൻ്റെ കൂട്ടും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ 12 പത്തിരിയും വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് 13 പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പത്തിരി നമ്മൾ ജസ്റ്റ് വെറുതെ വെച്ച് കൊടുത്തു. ബാക്കി 13 പത്തിരിയും ഈ രീതിയിൽ നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമുക്ക് നെയ്യും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ചട്ടിപ്പത്തിരി കഴിക്കുമ്പോൾ. അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മൊത്തം ഇതേപോലെ ചെയ്തതിന് ശേഷം മുകൾ വശത്ത് നമ്മൾ ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. ബാക്കി വന്ന ഈ ഒരു മുട്ടൻ്റെ കൂട്ടില്ലേ അത് മൊത്തത്തിൽ അങ്ങ് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്നൊരു 3-4 കുത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് എയർ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ രീതിയിൽ വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ചൂട് നമ്മുടെ പാൻ ആവുന്നത് വരെ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മറ്റൊരു പാന് നന്നാക്കി ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് 1 മണിക്കൂറാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി കുക്ക് ചെയ്തെടുത്തത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 50-55 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് 60 മിനിറ്റ് തന്നെ എടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അടപ്പ് തുറന്നിട്ട് നമ്മൾ മുകളിലേക്കുള്ള കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കസ്കസൊക്കെ ചേർത്ത് കൊടുക്കും. കസ്കസ് കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് 60 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കുക. ഇത് സൈഡൊക്കെ വിട്ടിട്ട് തന്നെ നിൽക്കുന്നത്, എങ്കിലും ജസ്റ്റ് ഒന്ന് വിടിയിച്ചിട്ട് നമ്മൾ മറ്റൊരു പാനിലേക്ക് ഇത് കമത്തുകയാണ് കേട്ടോ. മറ്റൊരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കമത്തി കൊടുക്കുകയാണ്. നമ്മളെ മുകൾ വശം നന്നായിട്ടൊന്ന് കളറ് മാറ്റാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ വശം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ പാൻ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ മുകൾ വശം നല്ല കളർ ചേഞ്ചൊക്കെ ആയിട്ട് നല്ല ലെയറോട് കൂടിയിട്ടുള്ള അടിപൊളി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സൈഡൊന്നും ഒട്ടും വിട്ട് പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. നല്ല ലെയേഴ്സോട് കൂടിയിട്ടുള്ള. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.